ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിന്റെ മടങ്ങിവരവും പ്രവചന പഠനം എന്ന വിഷയത്തിന്റെ 15ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ പഠിച്ചത് 3 മഹാസാമ്രാജ്യത്തെ പറ്റി പഠിച്ചു. ആ 3 മഹാസാമ്രാജ്യത്തിന്റെ അന്ത്യത്തെ പറ്റി നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അടുത്തത് 4ാമത്തെ സാമ്രാജ്യമാണ്. അത് റോമൻ സാമ്രാജ്യമാണ്. നെബൂഖദ്നേസർ കണ്ട വലിയ ബിംബത്തിന്റെ അവസാന ഭാഗം 2ാം അധ്യായം 40ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും, ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ, തകർക്കുന്ന ഇരുമ്പ് പോലെ അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. എന്നിട്ട് താന് ആ ദർശനം കാണുന്ന ഇപ്രകാരമാണ്: അതിന് കാല് പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ അതിന് ജനാധിപത്യ ഭരണമെന്ന് പറയാം. ഇരുമ്പ് പോലെ ബലമുള്ളതാണ്, കളിമണ്ണ് പോലെ ഉടഞ്ഞു പോകുന്ന ഒരു ഭരണകൂടം. എങ്കിലും ഇരുമ്പിന് കുറച്ച് പവർ അവിടെ കാണിക്കുന്നു. 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് 7ാമത്തെ വാക്യം വായിക്കുമ്പോഴേ ദാനിയേൽ കണ്ട ആ സ്വപ്നത്തെ പറ്റി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. 7:7 രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലമുള്ള 4ാമത്തെ മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയുന്നത് ആ മൃഗത്തിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇതൊക്കെ വിവരിക്കേണ്ടതാണെങ്കിലും 10 മിനിറ്റിനകം എൻ്റെ ക്ലാസ് കഴിയണം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ. അത്രമാത്രം ശക്തിയുള്ള ഒരു ഭരണമാണ്. നമ്മളുടെ വായിക്കുമ്പോൾ ഘോരമുള്ളതായ മൃഗം, ഭയങ്കരമായ മൃഗം, 10 കൊമ്പുകളുള്ള മൃഗം, നമുക്ക് ഭാവന പോലും കാണാൻ കഴിയാത്ത നിലവാരത്തിലെ 4ാമത്തെ സാമ്രാജ്യം അത്ര ഭയങ്കരമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 4ാമത്തെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യ കാലത്താണ് യഹൂദന്മാർക്ക് ഏറ്റവും വലിയ പീഡയുടെ കാലം. വർണ്ണിക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം പീഡയുടെ കാലം. ഏതു കാലത്തും യഹൂദനെ വേട്ടയാടുക എന്നുള്ളതായ ആശയമാണ് ഇവർക്കുണ്ടായിരുന്നത്. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യെരുശലേം ദൈവാലയം പണിതു. അന്ത്യോക്യോസ് എപ്പിഫാനസ് തന്റെ 10 വർഷത്തെ ഭരണത്താലെ യെരുശലേം ദൈവാലയം അദ്ദേഹം നശിപ്പിച്ചു. 10 കൊല്ലമേ അദ്ദേഹം ഭരിപ്പാൻ ഇടിയായിത്തീർന്നുള്ളെങ്കിലും യെരുശലേം ദൈവാലയം അദ്ദേഹം തീ വെച്ച് നശിപ്പിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ യെരുശലേം ദൈവാലയമൊക്കെ നശിപ്പിച്ചവരൊന്നും ദൈവം തമ്പുരാൻ അവരെ വെറുതെ വിട്ടയച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മക്കള് തന്നെ കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 1ാമത്തെ ആലയം ശലോമോൻ പണികഴിപ്പിച്ചു. 606 ആലയം നെബൂഖദ്നേസർ നശിപ്പിച്ചു. 2ാമത്തെ ആലയം സെരുബാബേലിന്റെ കാലത്ത് പണിതു. അത് അന്ത്യോക്യോസ് എപ്പിഫാനസ് അത് നശിപ്പിച്ചു. അടുത്ത റോമൻ
ഒരു പ്രധാനപ്പെട്ട രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മഹാനായ ഹേരോദ രാജാവ്. അദ്ദേഹം ചരിത്രം പറയുന്നത് BC 50 മുതൽ AD 4 വരെ ഭരിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ ഭരണകാലത്തെ 46 വർഷം കൊണ്ട് യെരുശലേം ദേവാലയം പുതുക്കി പണിയുക മാത്രമല്ല, അതിനെ വലിയ വിസ്തൃതിയോടുകൂടെ പണി കഴിപ്പിച്ചു. അത് യഹൂദന്മാർക്ക് ആരാധിക്കാൻ വേണ്ടി കൊടുത്തു. എന്നാൽ പറയട്ടെ, ആരാധനാലയത്തില് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആലയം 3 ഭാഗമായി തിരിക്കുന്നത്. അതിനകത്ത് കൃപാസനം, അപ്പം വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുണ്ടാക്കിയ മേശ, ധൂപപീഠമുണ്ട്, നിലവിളക്കുണ്ട്, യാഗപീഠമുണ്ട്, പിന്നെ വേറെ ഒത്തിരി ഉപകരണങ്ങളുണ്ട്. നമ്മുടെ കർത്താവിന്റെ കാലമായപ്പോൾ ആ ഉപകരണങ്ങളുടെ സാധനങ്ങളെല്ലാം യഹൂദന്മാർ തന്നെ എടുത്തു മാറ്റിയപ്പോൾ നമ്മുടെ കർത്താവ് യെരുശലേം ദൈവാലയത്തെ ശുദ്ധീകരിപ്പാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ ശുദ്ധീകരണം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴേ നമ്മുടെ കർത്താവ് പെസഹ പെരുന്നാളിൽ യെരുശലേം ദേവാലയത്തിൽ കടന്നു ചെന്നു. ആലയത്തിനകത്ത് അന്യജാതികൾ കയറുവാൻ പാടില്ല. പക്ഷെ ഇന്ന് ആലയത്തിൽ കാളയുണ്ട്, ആടുണ്ട്, പ്രാവുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കച്ചവടം നടക്കുന്നു. നമ്മുടെ കർത്താവ് ഒരു കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് എല്ലാത്തിനും പുറത്താക്കിയിട്ട് അവസാനം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ വാണിഭശാല ആക്കിയോ? വളരെ ദുഃഖത്തോടെ ഒന്നാമത്തെ ശുദ്ധീകരണം നടത്തി. യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ ചില ആഴ്ചകൾക്ക് മുമ്പേ ഒന്നുകൂടെ യേശു യെരുശലേം ദൈവാലയം ശുദ്ധീകരിക്കാൻ വേണ്ടി കടന്നു ചെന്നു. മത്തായി 21-ാം അധ്യായത്തിന്റെ 12 മുതൽ വാക്യം വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പഴയ പോലെ പ്രാവുകളെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുവകളെയും താനെ മറിച്ചിട്ടു, പുറത്തു വിട്ടു. യേശു അതിദുഃഖത്തോടെ ഒരു കാര്യം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഊഹയാക്കി തീർത്തുവോ? നമ്മുടെ കർത്താവ് 2 പ്രാവശ്യമാണ് ദൈവാലയത്തെ ശുദ്ധീകരിച്ചത്. ആദ്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, എൻ്റെ ആലയം വാണിഭശാലയാക്കി മാറ്റിയോ? രണ്ടാമത് അതിദുഃഖത്തോടെ ഒരു കാര്യം പറയുന്നു, എൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. യേശു ആരാധനാലയത്തോടെ എന്നേക്കുമായി വിട പറഞ്ഞു. കാരണം ജനത്തിനൊരു മാറ്റവും വന്നില്ല. താൻ എന്നേക്കുമായി ആരാധനാലയത്തോടെ വിട പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ഈ ക്ലാസ് തൽക്കാലം നിർത്തുന്നു. തുടർന്ന് ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവേ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.